ക്യൂബൻ മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ഉൾപ്പെടുത്തി അമേരിക്ക കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 1996 ക്യൂബയുടെ വ്യോമാതിർത്തികൾ ലംഘിച്ച അമേരിക്കൻ വിമാനങ്ങൾ ക്യൂബൻ സൈന്യം വെടിവെച്ചിട്ട സംഭവത്തിലാണ് 30 വർഷത്തിനു ശേഷം അന്നത്തെ ക്യൂബൻ സർക്കാരിന്റെ ഭാഗമായിരുന്ന റൗൾ കാസ്ട്രോയ്ക്കെതിരെ അമേരിക്കൻ ഭരണകൂടം കേസെടുത്തിരിക്കുന്നത്. കൊലപാതകം, വിമാനം വെടിവെച്ചിടൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് 94 വയസ്സ് പിന്നിട്ട റൗൾ കാസ്ട്രോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ക്യൂബൻ വിപ്ലവത്തിന്റെ പാരമ്പര്യം പേറുന്ന നേതാവാണ് റൗൾ കാസ്ട്രോ. മഹാനായ ഫിദൽ കാസ്ട്രോയുടെ സഹോദരൻ. ഫിദൽ കാസ്ട്രോയ്ക്ക് ശേഷം ക്യൂബയെ വിപ്ലവ പാതയിലൂടെ നയിച്ച ഭരണാധികാരി. ഇങ്ങനെ ക്യൂബൻ ജനതയുടെ ഹൃദയത്തിൽ ഇടം നേടിയ ജനകീയ നേതാവ് കൂടിയാണ് റൗൾ കാസ്ട്രോ. അദ്ദേഹത്തിനെതിരായ അമേരിക്കൻ നീക്കം ക്യൂബയുടെ പരമാധികാരത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നിരന്തരമായി പരിശ്രമിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. ഇതിന്റെ ഭാഗമായി നിരന്തരമായ നീക്കങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ക്യൂബയ്ക്കെതിരെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്യൂബയ്ക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഇതിലൊന്നും തളരാതെ അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സധൈര്യം ക്യൂബൻ ഭരണകൂടം മുന്നോട്ടു പോവുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും മുന്നിൽ ക്യൂബൻ ജനതയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സാമൂഹ്യ നേട്ടങ്ങളും സംരക്ഷിക്കുന്നതിൽ റൗൾ കാസ്ട്രോ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അമേരിക്ക ഏർപ്പെടുത്തിയ അന്യായ ഉപരോധങ്ങൾ കാരണം ക്യൂബ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം പ്രകോപനപരമായ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും ലംഘനമാണ്. സമീപകാലത്താണ് വെനസ്വേലൻ പ്രസിഡന്റ് മഡൂറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അർദ്ധരാത്രി അമേരിക്കൻ സൈന്യം പ്രസിഡന്റിന്റെ വസതി വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. ലോകത്താകമാനമുള്ള ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ അമേരിക്ക നടത്തുന്ന ഹീനമായ നീക്കങ്ങളുടെ തുടർച്ചയാണ് ഈ നടപടികൾ. പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇത്തരം രാഷ്ട്രീയ പ്രതികാര നടപടികൾക്കും ഇടപെടലുകൾക്കുമെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പുരോഗമന ശക്തികൾ ഒന്നിക്കണം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിനെതിരെ പ്രതിഷേധമിരമ്പണം. റൗൾ കാസ്ട്രോയ്ക്കും ക്യൂബൻ ജനതയ്ക്കും അഭിവാദ്യങ്ങൾ.